CPIM സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. കണ്ണൂർ പയ്യാമ്പലത്തും കോടിയേരിയിലെ വീട്ടിലും ഉൾപ്പെടെ അനുസ്മരണ പരിപാടികൾ നടക്കും. തലശ്ശേരിയിൽ മുഖ്യമന്ത്രി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിലെ കോടിയേരി കാലക്രമേണയത് കേരളത്തിന്റെ കോടിയേരിയായി. കോടിയേരിയിൽ ജനിച്ച ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് ആ നാടിന്റെ പേര് കേരളത്തിന് പ്രിയപ്പെട്ടതാക്കുകയായിരുന്നു. ആരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്നതിന് കേരള രാഷ്ട്രീയത്തിൽ നികത്തപ്പെടാതെ കിടക്കുന്ന ആ വിടവ് തന്നെയാണ് ഉത്തരം. ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ ഉപനേതാവായും CPIM സംസ്ഥാന സെക്രട്ടറിയായും കേരള രാഷ്ട്രീയത്തിൽ കോടിയേരി ഉണ്ടായിരുന്ന കാലത്തിന് തിളക്കമേറെയാണ്. പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നതിന് ഒരു കോടിയേരി ശൈലി തന്നെ ഉണ്ടായിരുന്നു. അത് കേരളം നേരിട്ട് കണ്ട നിമിഷങ്ങളും അനവധി. വിടവാങ്ങി 3 വർഷം കഴിയുമ്പോഴും മറക്കപ്പെടാത്ത നേതാവിന്റെ രാഷ്ട്രീയ വ്യക്തിജീവിതം കണ്ണൂർ കോടിയേരിയിലെ വീട്ടിലൊരുക്കിയ മ്യൂസിയത്തിൽ നേരിട്ട് കാണാം. കോടിയേരിയുടെ ഓർമ്മകളിലാണ് ഭാര്യ വിനോദിനി. കൂടുതൽ മിഴിവോടുകൂടിയ ഓർമ്മകൾ ഞങ്ങൾ നിൽക്കുകയാണ്. ആ നഷ്ടം ഒരു വലിയ നഷ്ടമാണത്. നികത്താൻ പറ്റില്ല എന്നറിയാം. ആ നഷ്ടത്തോടു കൂടി തന്നെ ആയിരിക്കും ഇനി ഞങ്ങളുടെ ജീവിതം. അത് ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്, അയ്യോ കോടിയേരി ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം, ഇത്ര ദിവസം ഇത് കൊണ്ടുപോയില്ലേന്, അദ്ദേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടേന്. അദ്ദേഹം ഇല്ലാത്ത വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ നഷ്ടം എത്രയായിരിക്കും ആലോചിച്ച് അറിയാലോ. അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലായ്പ്പോഴും എല്ലാവരുടെ അടുത്തും, ഇപ്പോൾ രാഷ്ട്രീയ എതിർചേരിയിൽപ്പെട്ട ആളാലും ശരി, സ്വന്തം പാർട്ടികളിലായാലും ശരി, ഇപ്പോൾ സാധാരണ ജനങ്ങളായാലും ശരി, ആരെടുത്താലും ശരി, വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇല്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലും പാർട്ടിക്കാരുടെ മനസ്സിലും ആ ഒരു വേദന എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ കുടുംബം എന്നുള്ള രീതിയിൽ, മകൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ആ വേർപാട് എപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കും. കോടിയേരിക്ക് കുടുംബത്തേക്കാൾ വലുത് എന്നും പാർട്ടിയായിരുന്നു എന്ന് ഓർത്തെടുത്ത ബിനീഷ്, രാഷ്ട്രീയക്കാരനായ അച്ഛൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായെന്നും പറയുന്നു. കോടിയേരിയുടെ മക്കളായതുകൊണ്ടാണ് നിങ്ങളെ ആക്രമിക്കപ്പെടുന്നത്. ഞാൻ ഇല്ലാതാവുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. അത് വല്ലാത്തൊരു വാചകമായി ഇപ്പോൾ ഈ ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. കാരണം അതൊരു ചിലപ്പോൾ ഒരു തമാശ രൂപത്തിൽ ചിലപ്പോൾ പറഞ്ഞാണെങ്കിൽ പോലും, ഞങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കണമെന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞാണെങ്കിൽ പോലും അതിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്ന് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 3ാം ചരമവാർഷിക ദിനത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ നടക്കും. പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിലേക്കും കോടിയേരിയിലെ വീട്ടിലേക്കും നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.